ഇന്ത്യയിലെ ടെലിവിഷന്റെ ഏറ്റവും സർഗാത്മക മുഖമെന്ന് പറയുന്ന പ്രണോയ് റോയിയെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും വിമാനം കയറാൻ മുമ്പേ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വലിച്ചു കൊണ്ടുപോയി. നോക്കുക, വിമാനത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അവരെ തടഞ്ഞ് പുറത്തേക്ക് വലിച്ചിറക്കി. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ മുഖത്ത് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രയോറിറ്റിയാണ് പ്രധാനം. യഥാർത്ഥത്തില് വളരെ കാലമായിട്ട് നമ്മൾ മാധ്യമ പ്രവർത്തകർ പായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഡെത്ത്, സിംഗിൾ ഡെത്ത് ഈസ് എ ന്യൂസ്, ഇറ്റ്സ് എ ട്രാജഡി. എ ബില്യൺ ഡെത്ത് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഒരു മരണമാണെങ്കിൽ ഒരു ദുരന്തമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അത് മാധ്യമ പ്രവർത്തകരെ പരിഹസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 പ്രയോഗമായിരുന്നു. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഞാൻ 2 ദിവസം മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം കേരളത്തിലെ ആരോഗ്യ മേഖലയാണ്. എങ്ങനെയാണ് ഒരു മൈക്രോ ഇഷ്യൂനെ കേരളത്തിന്റെ ഒരു മാക്രോ ആരോഗ്യ രംഗത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു ദേശീയ മാധ്യമ സംരംഭം എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. അതായത് ഡബിൾ എഞ്ചിൻ മോഡൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ ശിശു മരണ നിരക്ക് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മരിക്കുന്നവരെണ്ണം 37 37. നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 25 ആണ്. കേരളത്തിൽ 5. അമേരിക്കയിൽ 5.5 ആണ്. 5.6. നോക്കുക. പക്ഷെ കേരളത്തിലെ ആരോഗ്യ മേഖല മുഴുവൻ നടന്നിരിക്കുന്നു. നമ്മൾ വെണ്ടയ്ക്ക് നിരത്തിയിട്ടുള്ള ഈ വാർത്തകളിൽ വരുന്ന മരണം ഉൾപ്പെടെയാണ് ഈ ശരാശരി 5 എന്ന് പറയുന്നത്. നോക്കുക. അപ്പൊ എങ്ങനെയാണ് ഒരു സിംഗിൾ ഡെത്ത്, ഒരു ട്രാജഡിയും ഒരു മില്യൺ സ്റ്റാറ്റിസ്റ്റിക്സും ആകുന്നു എന്ന് പറയുന്ന പഴയ ഒരു പ്രയോഗം കേരളത്തിലെ മാധ്യമ പ്രവർത്തകര് എടുത്തുപയോഗിക്കുന്നു. നോക്കുക. ഇതാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ മാധ്യമ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾ നിഷ്പക്ഷമാകണം, സ്വതന്ത്രമാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ആകാൻ പറ്റില്ല. ഇപ്പം NDTV എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു ഉദാഹരണമുണ്ട്. ഞാൻ അതിന്റെ CBI കോടതി കൊടുത്തിട്ട് ക്ലോഷർ റിപ്പോർട്ടുണ്ട്. ഒരു പക്ഷേ NDTV പ്രണോയ് റോയ് എന്നുള്ളൊരു വ്യക്തിയുമായിട്ട് തൊഴിൽ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ടെലിവിഷന്റെ ഒരു വസന്ത കാലഘട്ടം എന്ന് പറയാവുന്ന ഒരു സംരംഭമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. 2017 പ്രണോയ് റോയ്ക്കെതിരെ CBI കേസെടുത്തു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന പറയാം. എന്തായിരുന്നു? ICICI ബാങ്കിൽ നിന്ന് എടുത്ത തുക മിസ്അപ്രോപ്രിയേഷൻ നടത്തി, വക മാറ്റി ചെലവഴിച്ചു. ഇതാണ് CBIയുടെ കേസ്. വരിഞ്ഞു മുറുക്കി റെയ്ഡുകൾ, മറ്റ് ബാങ്കിൽ നിന്ന് പണം സ്വരൂപിക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിച്ചു. ഇന്ത്യയിലെ ടെലിവിഷന്റെ ഏറ്റവും സർഗാത്മക മുഖമെന്ന് പറയുന്ന പ്രണോയ് റോയിയെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും വിമാനം കയറാൻ മുമ്പേ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വലിച്ചു കൊണ്ടുപോയി. നോക്കുക, വിമാനത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അവരെ തടഞ്ഞ് പുറത്തേക്ക് വലിച്ചിറക്കി. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ മുഖത്ത്. പിന്നീട് ഇതേ CBI ഡൽഹി കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് പറഞ്ഞു, ഒന്നുമില്ല ഇതിന്റെ അകത്തുനിന്ന്. 7 വർഷത്തെ അന്വേഷണത്തിന് ശേഷം ആ കേസ് മടക്കി കിട്ടി. പക്ഷെ അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഈ NDTV എന്ന് പറയുന്ന സംരംഭം ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ അദാനിയുടെ കയ്യിലേക്ക് പോയി. എങ്ങനെയാണ് ഇന്ത്യൻ മാധ്യമ മേഖല കോർപ്പറേറ്റുകളിലൂടെ നേരിട്ടും അന്വേഷണ ഏജൻസികളിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലുള്ള നടപടികളിലൂടെ പരോക്ഷമായും നിയന്ത്രിക്കപ്പെടുന്നതെന്നുള്ള ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം പറഞ്ഞത്. കോവിഡ് കാലത്ത് നമ്മുടെ സുഹൃത്ത് റൂബൻ ബാനർജി ഔട്ട്ലുക്കിന്റെ എഡിറ്റർക്ക് സംഭവിച്ചതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആകെ ആരാ പറഞ്ഞ 4 മണിക്കൂറിന്റെ ഇടവേളയിൽ ഇന്ത്യയിൽ ലോക്കൌട്ട് പ്രഖ്യാപിച്ച് 1000-കണക്കിന് 10,000-കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവരൊക്കെ 1000-കണക്കിന് കിലോമീറ്ററുകൾ നഗ്നപാതരായിട്ട് താണ്ടിയപ്പോൾ, പലരും പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരെയൊക്കെ
ഒരുമിച്ച് നിർത്തി DDT അവരിലേക്ക് സ്പ്രേ ചെയ്തപ്പോൾ ഔട്ട്ലുക്ക് വാരികയുടെ കവറിൽ മിസ്സിംഗ് ഇന്ത്യ ഗവൺമെന്റ് എന്നുള്ളൊരു കവർ ചിത്രം കൊടുത്തപ്പോൾ തെറിച്ചു പോയ ഒരു ലേഖനാണ് റൂബൻ ബാനർജി എന്ന് പറയുന്ന ഒരു പത്രാധിപൻ. ഇപ്പോഴും റൂബൻ ബാനർജി പറയാറുണ്ട്, എന്നെ ആർക്കും വേണ്ട, ആരും എടുക്കില്ല. ഇതുപോലുള്ള ഓർബിറ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകരെ ഇന്ന് തൊടാൻ ഇന്ത്യയിലെ ഒരു മാധ്യമ സംരംഭവും തയ്യാറാവില്ല. ഏത് രൂപത്തിലാണ്? ദൈനിക് ഭാസ്കർ എന്നൊരു ചിത്രം നിങ്ങൾക്കറിയാം. കോവിഡ് കാലത്ത് പരിശുദ്ധ ഗംഗാ നദിയിലെ മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടന്നപ്പോൾ ഇന്ത്യയിൽ ഒരു ടെലിവിഷന്റെ ക്യാമറ അങ്ങോട്ട് പോയില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പട്ടിക്കുഞ്ഞിങ്ങ വെള്ളത്തിൽ വിളിച്ച് ജനിച്ചു കഴിഞ്ഞാൽ നികേഷ് രാത്രിയിലെ ന്യൂസ് അവറിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ ചർച്ച? നൂറുകണക്കിന് മൃതദേഹങ്ങൾ പരിശുദ്ധ ഗംഗാ നദിയിൽ ഒഴുകി നടന്നപ്പോൾ ഒരു ടെലിവിഷനും ഒരു പത്രവും ഒരു വാർത്തയും കൊടുത്തില്ല. ദൈനിക് ഭാസ്കർ എന്ന് ഏത് പാട്ടകനായ ഒരു എഡിറ്റർ അല്ലേ, ഇൻവെർട്ടർ കോമേല ഞാൻ ഉപയോഗിച്ചു. അദ്ദേഹം വകതിരിവില്ലാതെ ഒരു ചിത്രം പത്രത്തിൽ കൊടുത്തു. പിറ്റേ ദിവസം റെയ്ഡ് 550 കോടി രൂപയുടെ പിഴയും. അതോടുകൂടിയിട്ട് ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ആ കിളിജാലവും കൂടി അടച്ചുപൂട്ടി. നോക്ക്, അത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഉദാഹരണങ്ങളാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ കേരളം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുണ്ട പ്രദേശമാണെന്ന് സംശയം. രാജീവ് എന്താ കാണുന്നത്? ഇതുപോലെ ദുരന്തങ്ങൾ സംഭവിക്കുന്ന ഒരു നാട് ലോകത്തുണ്ടാവില്ല. ഡൽഹിയിലൊക്കെ ഞാനിങ്ങനെ പത്രം വായിക്കുമ്പോൾ എന്താണ് ഇന്ത്യ എന്നുള്ള രാജ്യം എങ്ങോട്ട് കുതിക്കുന്നു? ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃപദവിയിലേക്ക് ഇന്ത്യ മാറുന്നു. കേരളത്തിൽ വന്ന് ഞാൻ ഇവിടുത്തെ പത്രങ്ങൾ വായിക്കുമ്പോൾ എന്താ നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്? എന്തൊരു വലിയ ദുരന്തത്തിനാണ് നമ്മൾ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, ഇതൊന്നും സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടോ അല്ലെങ്കിൽ ഡേറ്റയായിട്ടോ പൊരുത്തപ്പെടുത്തിട്ടുള്ള കാര്യമില്ല. പണ്ട് മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധമായ ഒരു വാചകമാണ്. 150 വർഷം മുമ്പ് മാർക്ക് ട്വെയിൻ കൃത്യമായി പറഞ്ഞു, ഇഫ് യു റീഡ് ദ ന്യൂസ് പേപ്പേഴ്സ് യു വുഡ് ബി എന്താണ് ജേക്കബ്, യു വുഡ് ബി, ഇഫ് യു പത്രം വായിച്ചാൽ യു വുഡ് ബി എന്താ പറയണ്ടേ, എന്തൊരു വാചകമുണ്ടല്ലോ, അതായത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. ഇനി പത്രം വായിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ബി അൺഇൻഫോംഡ്. യു ഓക്കെ, ഇഫ് യു റീഡ് ദ ന്യൂസ് പേപ്പേഴ്സ് യു വുഡ് ബി മിസ്ഇൻഫോംഡ്. ഇഫ് യു ഡോണ്ട് റീഡ് യു വുഡ് ബി അൺഇൻഫോംഡ്. രണ്ട് ദുരന്തമാണ്. ഏത് ദുരന്തം വേണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണമെന്നുള്ളൊരു അവസ്ഥ 150 വർഷം മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ച് മാർക്ക് ട്വെയിൻ ഇത്ര ദീർഘവീക്ഷണത്തോടു കൂടി പറഞ്ഞു എന്നുള്ളതാണ് എനിക്കൊരു പക്ഷേ ഈ വാചകങ്ങൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം.